എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതം എപ്പോൾ തീരുന്ന പലരും ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ സൂര്യൻ്റെ അന്ത്യദിനം എപ്പോഴായിരിക്കും? അങ്ങനെ സൂര്യൻ്റെ അന്ത്യദിനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് ഭൂമിയുടെ അവസാനവുമായി മാറും. കാരണം സൂര്യനില്ലെങ്കിൽ പിന്നെ ഭൂമിയില്ല, ഭൂമിയുടെ ജീവജാലങ്ങളുമില്ല. അപ്പം എങ്ങനെ ആയിരിക്കും അതിനെക്കുറിച്ച് ഉള്ള സംഭവങ്ങൾ, അതിനെക്കുറിച്ച് പല വാദപ്രതിവാദങ്ങളും പ്രവചനങ്ങളും എല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. പലരും പല കാര്യങ്ങളുമാണ് പറയുന്നത്. അപ്പോൾ സൂര്യൻ്റെ അന്ത്യദിനം എങ്ങനെ ആയിരിക്കുമെന്ന് നമ്മൾക്കൊന്ന് ഈ വീഡിയോയിലൂടെ പല വെബ്സൈറ്റിൽ നിന്നും പല ഡാറ്റകളിൽ നിന്ന് വെച്ച് കിട്ടിയ അത് വെച്ചിട്ട് നമുക്കൊന്ന് സംസാരിക്കാം. ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെയൊന്നും സൂര്യൻ്റെ അന്ത്യദിനം സംഭവിക്കില്ല എന്നാണ് അതിന് ലളിതമായ ഒരു മറുപടി. എന്നാൽ ഏതൊരു നക്ഷത്രത്തിനും ഒരു അന്ത്യം ഉണ്ട്, അതുപോലെ സൂര്യനും ഒരു അന്ത്യമുണ്ട്. എങ്ങനെയാകും സൂര്യന്റെ അന്ത്യം അല്ലെങ്കിൽ സൂര്യന്റെ അവസാനം എന്ന ചോദ്യത്തിന് ഇതുവരെയുള്ള പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയമായ ഒരു വിശദീകരണം നൽകിയിരിക്കുകയാണ് ചില ശാസ്ത്രജ്ഞന്മാർ. സൂര്യന്റെ അന്ത്യദിനം എന്ന് സംഭവിക്കും എന്ന് ചോദിച്ചാൽ സൂര്യൻ എന്ന് പറയുന്ന നക്ഷത്രത്തിലെ, സൂര്യൻ ഒരു നക്ഷത്രമാണല്ലോ, ആ നക്ഷത്രത്തിലെ ഹൈഡ്രജന്റെ അളവ് തീരുമ്പോൾ അല്ലെങ്കിൽ ഹൈഡ്രജൻ തീരുമ്പോൾ സൂര്യൻ ഇല്ലാതാകും. മനുഷ്യന്റെ ഹൃദയം നിലയ്ക്കുമ്പോൾ അല്ലെങ്കിൽ മനുഷ്യന്റെ ശ്വാസം നിലയ്ക്കുമ്പോൾ മനുഷ്യൻ മരിക്കുന്നത് പോലെ സൂര്യന്റെ ഹൈഡ്രജൻ തീരുമ്പോൾ സൂര്യൻ ഇല്ലാതായി തീരും. പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ല, അത് ഘട്ടം ഘട്ടമായി സംഭവിക്കുന്ന ഒരു പ്രോസസ്സിംഗ് ആണ്. അത് ശാസ്ത്രലോകം പറയുന്നത് വെച്ചാൽ ഏകദേശം 5 ബില്യൺ വർഷങ്ങൾക്കുള്ളിൽ ഹൈഡ്രജൻ തീർന്നു പോകുന്നതോടെ സൂര്യൻ അതിനുശേഷം ഒരു ചുവന്ന ഭീമനായി വികസിക്കുകയും ഭൂമി ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങളെ വിഴുങ്ങാൻ പ്രാപ്തമാകുകയും ചെയ്യും. എന്നാൽ ഇതൊന്നും പെട്ടെന്ന് നടക്കുന്ന സംഗതിയല്ല. അതിന് ഒരു കാലഘട്ടങ്ങൾ എടുക്കും. ഒരു ചെറിയ ഒരു പ്രോസസ്സിംഗ് ഉണ്ട് അതിനൊക്കെ. ഈ ചുവന്ന ഹൈഡ്രജൻ ചേർന്നിട്ടും ഈ ചുവന്ന ഭീമൻ ആ ഘട്ടം ഉണ്ടല്ലോ, അത് തന്നെ ഏകദേശം 1 ബില്യൺ വർഷങ്ങൾ നീണ്ടു നിൽക്കാം എന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. അതിനുശേഷം ഈ ഘട്ടത്തിന് ശേഷം സൂര്യൻ അതിന്റെ പുറംപാളികൾ ഉപേക്ഷിച്ച് ഒരു ഗ്രഹ നെബുല ആയി മാറും എന്ന് പറയുന്നു. ഗ്രഹനബുല എന്ന് പറഞ്ഞാൽ ഒരു വെള്ളക്കുള്ളൻ നക്ഷത്രമായി സൂര്യൻ മാറും. അതോടുകൂടി സൂര്യന്റെ ജീവിതം എരിഞ്ഞടങ്ങും. അപ്പൊ സൂര്യന്റെ ഈ ഇന്ധനം, ഈ കത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ധനമെല്ലാം തീരുമ്പോഴാണ് വെള്ളക്കുള്ളൻ എന്ന അല്ലെങ്കിൽ ആ ഇന്ധനങ്ങൾ ഇല്ലാത്ത ഒരു മരണപ്പെട്ട നക്ഷത്രമായി സൂര്യൻ മാറുക. പിന്നീട് സൂര്യനിൽ പതിയെ താപനില കുറയുകയും തണുത്തുറയ്ക്കുകയും ചെയ്യും. അപ്പൊ കുറഞ്ഞ പിണ്ഡമുള്ള നക്ഷത്രങ്ങളുടെ എല്ലാം അവസാനം ഇങ്ങനെയാണ്. ഇപ്പൊ സൂര്യന്റെ ഘടന നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഭൂമിയേക്കാളും ദശലക്ഷക്കണക്കിന് വ്യാപ്തി ഉണ്ടെങ്കിലും വെള്ളക്കുള്ളനായിട്ട് സൂര്യൻ മാറുന്നതോടുകൂടി ഭൂമിയോളം മാത്രമേ അതിനൊരു വ്യാപ്തി ഉണ്ടാവുകയുള്ളൂ. അതിനുശേഷം സൂര്യന്റെ അകക്കാമ്പിൽ, വെള്ളക്കുള്ളനായ ഒരു അകക്കാമ്പിൽ ഓക്സിജനും കാർബണും മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഇതെങ്ങനെ സംഭവിക്കുന്ന വെച്ചാൽ ഹീലിയം കത്തിത്തീരുന്നതിന്റെ അവശിഷ്ടം ആയിട്ടായിരിക്കും ഇത് മാറുക. അപ്പോൾ വെള്ളക്കുള്ളനായിട്ട് സൂര്യൻ മാറുമ്പോൾ അതിനുശേഷം ഭൂമിക്ക് എന്ത് സംഭവിക്കും? അതിന് വ്യക്തമായ ഉത്തരം ഉണ്ട്. ഹൈഡ്രജൻ തീരുമ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞല്ലോ, സൂര്യൻ ഒരു ചുവന്ന ഭീമനായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഘട്ടത്തില് എന്താകും? സൂര്യന് ചുറ്റുമുള്ള ഹൈഡ്രജൻ ഹീലിയമായി രൂപാന്തരപ്പെടും. അപ്പൊ ഈ പ്രവർത്തനങ്ങളുടെ ഫലമായി സൂര്യന്റെ വലുപ്പം വീണ്ടും വർദ്ധിക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭൂമിയെ അല്ലെങ്കിൽ അതുപോലുള്ള ഗ്രഹങ്ങളെ സൂര്യൻ വിഴുങ്ങും എന്നാണ് പറയുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സൂര്യന്റെ ഒരു ഹീലിയമായി കഴിഞ്ഞാൽ സൂര്യനിൽ ചൂട് വീണ്ടും വർദ്ധിക്കും. ഒരു അമിതമായ ചൂടായിട്ട് മാറും. ഈ അമിതമായ ചൂട് വർദ്ധിക്കുമ്പോൾ അത് ഭൂമിയുടെ ഉപരിതല താപനിലയും ഉയരും. സമുദ്രങ്ങളും മറ്റ് ജലാംശങ്ങളും ബാഷ്പീകരിക്കപ്പെടും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഭൂമി എന്ന ഗ്രഹത്തെ വാസയോഗ്യ അല്ലാതാക്കി തീർക്കുക. ഇത്തരം മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാക്കും. ഭൂമിക്ക് പുറമെ സൗരയൂഥത്തിലെ മറ്റു ഗ്രഹങ്ങളിലും പ്രത്യേകിച്ച് വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ എന്നിവയിലും ഇതേ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവാം.
അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ സൂര്യൻ്റെ അന്ത്യം എന്ന് പറയുന്നത് സൗരയൂഥത്തിൻ്റെ ഒരു അവസാനമായിരിക്കും. മറ്റൊരു കാര്യം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യൻ ഒരു നക്ഷത്രമാണെന്ന് നമുക്കറിയാം. എല്ലാ നക്ഷത്രങ്ങളെപ്പോലെയും അതിനും ഒരു ആയുസ്സുണ്ട്. നിലവിൽ സൂര്യൻ അതിൻ്റെ ജീവിതത്തിൻ്റെ ഒരു മധ്യഭാഗത്താണ് ഇപ്പോൾ നിൽക്കുന്നത് എന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. ഏകദേശം 5 ബില്യൺ വർഷം പഴക്കമുണ്ട് സൂര്യന്. സൂര്യൻ്റെ അന്ത്യദിനം ഏകദേശം 5 ബില്യൺ വർഷം കഴിയുമ്പോൾ സംഭവിക്കുമെന്ന് ശാസ്ത്രലോകം പറയുന്നത്. ഈ സമയത്ത് സൂര്യനിലെ ഹൈഡ്രജൻ ഇന്ധനം തീരുകയും അത് ഒരു റെഡ് ജെയിൻ, അതായത് ചുവന്ന ഭീമൻ ഗ്രഹമായി മാറുകയും ചെയ്യും. ഈ ഘട്ടത്തിൽ സൂര്യൻ വികസിക്കുകയും ബുധനെയും ശുക്രനെയും ഭൂമിയെയും പോലും വിഴുങ്ങാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. തുടർന്ന് സൂര്യൻ തൻ്റെ പുറംപാളികൾ പുറന്തള്ളുകയും വെളുത്ത കുള്ളൻ അങ്ങനെയുള്ള ഗ്രഹമായി മാറുകയും ചെയ്യും. ഈ വെളുത്ത കുള്ളൻ പിന്നീട് കോടിക്കണക്കിന് വർഷങ്ങളെടുത്ത് തണുത്ത് ഒരു കറുത്ത കുള്ളനായിട്ട് മാറും. മനുഷ്യരാശിയുടെ ഭാവിക്ക് ഇത് വളരെ ദൂരെയുള്ള കാര്യമാണ്. കാരണം ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നത് സൂര്യൻ ചുവന്ന ഭീമനായി മാറുന്നതിന് മുൻപ് തന്നെ ഇല്ലാതാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് ആരും പേടിക്കുകയോ ഭയപ്പെടേണ്ടതയോ കാര്യമില്ല. കാരണം എത്രയോ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം സംഭവിക്കുന്ന കാര്യമാണ് ഇത്.